അനുമോളുടെ അഹങ്കാരവും ധാർഷ്ട്യം കൊണ്ട് അനുമോൾ ഓരോ പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് അനുമോൾ തന്നെ ഒറ്റപ്പെടും, എന്നിട്ട് ഇരുന്ന് കരയും. നെവിനെ ബിഗ് ബോസ് കരിവാരി തേച്ചത് ശരിയായില്ല. ഇത് ബിഗ് ബോസിൻ്റെ കയ്യിലുള്ള ഫാൾട്ടാണ്. ഹായ് ഹലോ, എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഞാൻ ഒറ്റപ്പെട്ടാൽ മതി, വേറെ ആരും ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷേട്ടൻ അനുമോളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അനുമോളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് കോംപ്രമൈസ് ആയിക്കൂടെ? അപ്പം അനുമോൾ വിചാരിച്ച് കാണും, ഒറ്റയ്ക്ക് കളിക്കുന്നത് ആ ബുദ്ധി ഇനിയും ഇവളുമാരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം വിളിച്ചു പറയും, ഇവർ തെറ്റുമ്പോൾ ഇതൊക്കെ വിളിച്ചു പറയും, എന്തിനാ വെറുതെ വയ്യാവേദിക്ക് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അനീഷേട്ടനോട് മറുപടി പറയുന്നുണ്ട്. വേണ്ട അനീഷേട്ടാ, ഞാൻ പോകുന്നത് വരെ ഒറ്റയ്ക്ക് കളിച്ചോളാമെന്ന്. എന്നിട്ട് ഒരു ഡയലോഗും കൂടെ അടിക്കുന്നുണ്ട്, PR കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്നല്ല ഇവരൊക്കെ പറയുന്നത്, ഇവരൊക്കെ എന്ത് ഫ്രണ്ട്സാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിചാരിതമായിട്ട് ആദില കടന്നു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദിലേക്ക് പാച്ചപ്പ് ആയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച കൂടെ ജനവിധി തേടേണ്ടതുണ്ട്. അനുമോളുടെ കൂടെ നിന്ന് നൈസായിട്ട് കയറിപ്പോകാമെന്നുള്ളൊരു ധാരണ ആദിലേക്കുണ്ട്. എല്ലാ പ്രാവശ്യവും അനുമോളെ വിളിച്ചു പറയാനുള്ളതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് ആദില അനുമോളുടെ അടുത്തേക്ക് പോയി ഇത് പാച്ചപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അനുമോൾക്ക് അത് കത്തി, അതുകൊണ്ട് വേണ്ട എന്ന് തന്നെ വെക്കുകയാണ് ഉണ്ടായത്. പക്ഷേ വോട്ടാണല്ലോ മുഖ്യം, അതുകൊണ്ട് ആദില പുറകെ പോകാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇന്ന് പാച്ചപ്പ് ആവാൻ ശ്രമിക്കുന്നതുകൊണ്ട് പക്ഷേ അനുമോൾ നിന്നു കൊടുക്കുന്നില്ല. എന്നിട്ട് അനുമോൾ ചോദിക്കുന്ന കാര്യം, ഈ PR-ൻ്റെ കാര്യമൊക്കെ എന്തിനാ വീണ്ടും പറഞ്ഞേ എന്നുള്ള രീതിയിൽ അനീഷേട്ടനോട് സംസാരിക്കുന്ന വിധത്തിൽ ആദിലനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, നൂറയല്ലേ ഇത് പറഞ്ഞേ, നൂറേനെ വിളിക്കാം. നൂറേനെ വിളിച്ചു കഴിയുമ്പോൾ നൂറേനോട് ഇത് ചോദിക്കുമ്പോൾ നൂറ പറയുന്നത്, ഞാനൊരു ക്യാപ്റ്റനാണ്, എനിക്കൊരു വിലയും തരുന്നില്ല, പിന്നെ ഞാൻ എന്താണ് പറയുന്നത്, ഈ അഹങ്കാരം കാണിക്കുമ്പോൾ ഞാൻ പിന്നെ വേറെ എന്താണ് പറയേണ്ടത്, PR ഉള്ളതിൻ്റെ ധാർഷ്ട്യം തന്നെയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അനുമോൾക്ക് ബബ്ബ എന്നായി. അപ്പോൾ അനീഷ് പറയുന്നു, ഞാൻ മാറിത്തരാമെന്ന്. ആ ഒരു ഗ്യാപ്പിൽ അനുമോളും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് സാബുമാനെ കുറിച്ചാണ്. സാബുമാൻ ഇപ്പം നാരദൻ മാറിയിട്ട് കുറുനാരുമായി മാറിയിട്ടുണ്ട്. സാബുമാനും നെവിനും അക്ബറും തമ്മിലുള്ള കോംബോയെ കാണാൻ നല്ല രസമുണ്ടെങ്കിലും സാബുമാൻ ശരിക്കും പറഞ്ഞ ഒരു നാരദൻ തന്നെയാണ്. കൂടാതെ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. എല്ലാവരുടെ മുന്നിലും ഒരു ലൈക്കബിൾ ഫേസ് ആയിട്ട് നിൽക്കാനാണ് പുള്ളിക്ക് താല്പര്യം. അഥവാ ആ മുഖംമൂടി അഴിഞ്ഞു വീടുമോ എന്ന് നല്ല പേടിയുണ്ട് സാബുമാൻ്റെ മുഖംമൂടി അഴിച്ചു വീഴ്ത്താൻ വേണ്ടിയിട്ട് നെവിനാണെങ്കിൽ പുറകിൽ നിന്ന് മാറുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ടാസ്ക് ആയിരുന്നു ലക്ഷ്യയുദ്ധം എന്നായിരുന്നു ടാസ്കിൻ്റെ പേര്. ഓരോരുത്തരുടെ ഓരോ മുഖം പതിച്ചൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് ഒരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആ കളിയിൽ നിന്ന് പുറത്താവും. അപ്പം അനുമോളും അനീഷും ഒരു അന്തർധാര ക്രിയേറ്റ് ചെയ്യാണ്. അവരവർ മാറി അവരവരുടെ ബോക്സ് എടുക്കാമെന്ന്. അവരവർക്ക് അവരവരുടേതായ ബോക്സ് എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് അങ്ങനെ ഒരു അന്തർധാര സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ അന്തർധാര ആദ്യം തന്നെ പൊട്ടിച്ച് കളയുന്നുണ്ട് സാബുമാൻ. അനീഷ് അനുമോളുടെ ബോക്സ് എടുത്തു. പക്ഷേ അനുമോൾ അനീഷിൻ്റെ ബോക്സ് എടുക്കാൻ പോകുമ്പോഴേക്കും സാബുമാൻ അത് എടുത്തുകൊണ്ട് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുന്നുണ്ട്. അങ്ങനെ അനീഷ് ഔട്ടാവുകയാണ് ചെയ്യുന്നത്. അനീഷ് ഔട്ടായതിനു ശേഷം ആ ഫ്രണ്ട് ഊഞ്ഞാലിൽ വെച്ചൊരു ക്രിഞ്ച് ഡയലോഗ് അടിക്കുന്നുണ്ട്. ആ ഡയലോഗ് കേട്ടാൽ തന്നെ മനസ്സിലാവും അനീഷ് ഫേക്കായിട്ടാണ് പറയുന്നതെന്ന്. ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എൻ്റെ ചോരയടക്കം ചീന്താൻ ഞാൻ തയ്യാറാണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ ഏത് പാൽക്കുപ്പിക്കടക്കം ഈ പറയുന്ന ചെങ്ങായി ഫേക്കാണ് എന്ന് മനസ്സിലാക്കാൻ അത് മതി. അതിനുശേഷം രണ്ടാം റൗണ്ടിൽ സാബുമാനും ഷാനവാസും തമ്മിൽ ഒരു അഗ്രഷൻ നടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് നെവിൻ്റെയും ഷാനവാസിൻ്റെ ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു, ആ പാലെറിഞ്ഞ സംഭവം. ആ സമയത്ത് ചിലപ്പോൾ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആയിരിക്കാം ഉണ്ടായത്. എന്നിരുന്നാലും നെവിനെ ബിഗ് ബോസ് കരിവാരി തേച്ചത് ശരിയായില്ല. ഇത് ബിഗ് ബോസിൻ്റെ കയ്യിലുള്ള ഫാൾട്ടാണ്. ഇങ്ങനെയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ ഇത് ആദ്യം എല്ലാ കണ്ടസ്റ്റൻസിനും വാണിംഗ് തരാമായിരുന്നു. അല്ലാതെ നെവിനെ ഇങ്ങനെ ക്രൂശിക്കുന്നതിൽ ഒരർത്ഥമില്ല. നെവിൻ അല്ല ഇതിന് കാരണക്കാർ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് ഇങ്ങനെ ഒരു സിറ്റുവേഷന് കാരണക്കാർ. എന്നിട്ട് നെവിന് ഈ വീക്കിൽ ഒരു ഗെയിമിലും പങ്കെടുക്കാൻ പറ്റില്ല, അതും പണം കിട്ടുന്ന ടാസ്കിൽ. അത് വളരെ മോശമായിപ്പോയി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിമ്പതി മൂത്തിട്ടായിക്കോട്ടെ, നെവിൻ്റെ ഗെയിം കൊണ്ടായിക്കോട്ടെ, എല്ലാവരും ഇപ്പം നെവിനാണ് വോട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ ഇടയാവുന്നത്. അങ്ങനെ ടാസ്കിന് അവസാനം അക്ബറും നൂറയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ തമ്മിലൊരു അന്തർധാര അവിടെ ഉണ്ടായിരുന്നു. അക്ബറിൻ്റെ പെട്ടി നൂറ എടുക്കുകയും നൂറയുടെ പെട്ടി അക്ബർ എടുക്കുകയാണ് ചെയ്തത്. ബാക്കി എല്ലാവരും അങ്ങനെ ഔട്ടായിപ്പോയി. വേറെ ആരും അങ്ങനെ കളിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയേണ്ടതായിട്ട് വരും. എന്നിരുന്നാലും അവസാനമായിട്ടൊരു ടാസ്ക് 3.5 ലക്ഷത്തിൻ്റെ ഒരു ടാസ്ക് നടത്തേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുമായിരുന്നു പ്രേക്ഷകരിലേക്ക്. പക്ഷേ ഇത് വോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആളെ സെലക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നൂറേനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അത് ചെയ്യുന്നത് എന്ന്. അത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറേനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രൗഡാണ് ബിഗ് ബോസ് ഹൗസിൽ അധികം. സോ നൂറയ്ക്ക് തന്നെയാണ് വോട്ട് പോവുള്ളൂ. ഇതൊരു ഗെയിം ആക്കി മാറ്റിയിരുന്നെങ്കിൽ, ഒരു 3.5 ലക്ഷത്തിൻ്റെ ഗെയിം ആക്കി മാറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായനെ, ക്യൂരിയോസിറ്റി ജനിപ്പിച്ചേനെ, എപ്പിസോഡും ലൈവും കുറച്ചും കൂടെ കളറായനെ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത്. പുറം ലോകത്ത് ഇറങ്ങുമ്പോൾ നൂറയ്ക്ക് തന്നെയാണ് ഈ 3.5 ലക്ഷം കുറച്ചും കൂടെ ആപ്റ്റായിരിക്കുന്നത് അക്ബറിനേക്കാളും. കാരണം അക്ബർ കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം അക്ബർ ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അനുമോളെ കുറിച്ചിട്ട്. അത് അടിപൊളിയായിരുന്നു. ഓരോ വരികളും അർത്ഥവത്താണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 85 ദിവസങ്ങളിൽ അനുമോൾ ചെയ്ത വൃത്തികേടുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പാട്ടായാണ് എനിക്കത് തോന്നിയത്. പക്ഷേ ഈ സോക്കോൾഡ് കുടുംബ പ്രേക്ഷകർ പറഞ്ഞേക്കാം, ഇത് അനുമോൾ വീണ് കിടക്കുമ്പോൾ വീണ്ടും കുത്തുവല്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനുമോൾ തന്നെയല്ലേ ഇതിനുള്ള അടിസ്ഥാന
അടിസ്ഥാന കാരണം? അനുമോളുടെ അഹങ്കാരവും ധാർഷ്ട്യം കൊണ്ട് അനുമോൾ ഓരോ പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് അനുമോൾ തന്നെ ഒറ്റപ്പെടും. എന്നിട്ട് ഇരുന്ന് കരയും. അവിടെ അനീഷ് സമാധാനിപ്പിക്കാൻ വരും. റിപ്പീറ്റ്. ഇത് തന്നെയാണ് ഈ 86-87 ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 2-3 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അനുമോളുടെ കരച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിരിയാണ് വരുന്നത്. സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ചിരിയാണ് വരുന്നത്. കാര്യം അനുമോൾ തന്നെ വരുത്തി വെക്കുന്ന വിനയാണ് അനുമോൾ ഈ കരയാനുള്ള കാരണവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾ അവിടെ മിതത്വത്തോടെ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അനുമോൾക്ക് കരയേണ്ടതായിട്ട് വരില്ല. സോ ഈ കാണിക്കുന്ന കോപ്രായങ്ങളെ അനുമോളുടെ അഭിനയം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വോട്ട് നേടിയെടുക്കാനുള്ള അഭിനയം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. ബൈ ബൈ.